ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ ഫേസ് ചെയ്യുന്ന ഒരു ക്യാൻസറാണ് ബ്ലഡ് ക്യാൻസർ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുക മുന്നേ? ബ്ലഡ് ക്യാൻസറിൽ ചികിത്സിച്ചാൽ ഭേദമാക്കാത്ത പനിയാണ് മിക്കവാറും പേഷ്യൻസിൽ കാണുന്നത്. അക്യൂട്ട് മൈലോയിഡ് ലുക്കേമിയ, M1, M2, M3, M4 അങ്ങനെ സീരീസ് ഉണ്ട് മൈലോയിഡ് ലുക്കേമിയാസ്. അതൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളതാണ്. ഇവിടെയൊക്കെ നമ്മൾ ഹീമോഗ്ലോബിന്, പ്ലേറ്റ്ലെറ്റ്സ്, WBC ഇതൊക്കെ ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നുണ്ടെങ്കിലും ഈ ശരീരത്തിൽ ഈ ടോക്സിൻസ് കിടക്കുന്നതാണ് ഈ പനി വരുന്നത്. നമ്മൾ എന്നിട്ട് ഈ ആൻറ്റിബയോട്ടിക്സോ അല്ലെങ്കിൽ കീമോതെറാപ്പറ്റിക് ഏജൻസോ കൊടുത്തു കഴിയുമ്പോൾ കുറച്ചൊരു ആശ്വാസം കിട്ടും. എന്നാലും പിന്നെ കുറച്ച് കഴിയുമ്പോൾ കാണാം പിന്നെ ഇത് പനി വന്ന് പിടിക്കും. ഇങ്ങനെ പിടിച്ച് അത് അവസാനം ബോൺമാരെ ബാധിക്കും. അങ്ങനെ വന്നു കഴിയുമ്പോൾ അതിന് ചികിത്സിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. ആൾ മരിച്ചു വന്നു. എന്നാലും ഞങ്ങളുടെ ചില ചികിത്സ കൊണ്ട് ചില ആൾക്കാർ ലൈഫ് എക്സ്പെക്റ്റൻസി കൂട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ചില കേസസിലൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് വലിയൊരു അവകാശമായിട്ടൊന്നും ഞാൻ കണക്കാക്കുന്നില്ല. എന്നാലും എക്സ്റ്റൻഷൻ ഓഫ് ലൈഫ് ഈസ് പോസിബിൾ ബ്ലഡ് ക്യാൻസർ പേഷ്യൻസിന്. ഈ പനിയായിട്ടാണ് ആദ്യം തുടങ്ങുന്നത്. അത് ആയുർവേദത്തിലാണെങ്കിൽ ഒരു ദിവസം പനിക്കുന്നുണ്ട്, ഒന്നിടവിട്ട ദിവസം പനിക്കുന്നുണ്ട്, 2 ദിവസം കൊണ്ട് പനിക്കുന്നുണ്ട്. അങ്ങനെ പലതരം പനികളാണ്. 5-ആം പനിയുണ്ട്, 5 ദിവസം കൊണ്ട്, നിത്യജ്വരമുണ്ട്, അങ്ങനത്തെ ഒക്കെ ജ്വരങ്ങളുണ്ട്. പക്ഷെ അതനുസരിച്ച് ചികിത്സ എടുത്താലേ അതുകൊണ്ട് ഇതുള്ളൂ. പക്ഷെ അതിന് അങ്ങനെയുള്ളൊരു അവസരം കിട്ടുന്നതിന് മുമ്പ് തന്നെ അവരാദ്യം വലിയ ഹോസ്പിറ്റൽസിൽ പോകും. അവിടെ നിന്ന് പിന്നെ ആ ചികിത്സ ചെയ്ത് അത് കണ്ടുപിടിച്ച് അവസാനം ആകുമ്പോൾ പ്രശ്നമായി. പിന്നെ അവരെക്കൊണ്ടും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാകും. ഇങ്ങനെ അത് വികൃതമായിട്ട് അത് വലിയൊരു ഡിസീസായിട്ട് മാറും.